CPM ജില്ലാ സമ്മേളനങ്ങളിലെ വിമർശനങ്ങൾക്ക് മറുപടിയുമായി ജി സുധാകരൻ. താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. മിണ്ടാതിരിക്കാൻ തമ്പുരാക്കന്മാരുടെ കാലമല്ലിതെന്നും പരിഹാസം. വിവരങ്ങളുമായി നിഷ ദിലീപ് ഒപ്പം ചേരുന്നു. നിഷ, ജി സുധാകരൻ പറഞ്ഞതെന്ത്? പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായാണ് ജി സുധാകരൻ രംഗത്തെത്തിയത്. താൻ ശബ്ദമുയർത്തുന്നത് പാർട്ടിക്ക് വേണ്ടിയാണ്. യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാതെ നിരവധി കാലം പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് താൻ. ഇപ്പോഴും അത് തന്നെ തുടരുകയാണ്. താൻ വിശ്രമ ജീവിതം നയിക്കണമെന്ന് പറയുന്നത് ആരാണ്? അങ്ങനെ ഒരു ജീവിതം തനിക്കില്ല. ഇപ്പോഴും താൻ പാർട്ടിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ നടക്കുന്ന ആളാണ് എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. ചില ആളുകൾക്ക് താൻ വിശ്രമ ജീവിതം നയിക്കണമെന്നൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അതിന് കഴിയില്ല. പത്തനംതിട്ടയിൽ എറിഞ്ഞ കല്ല് അവിടെ തന്നെ കിടക്കുകയാണ്, ഇവിടെ വീണിട്ടില്ല. ആലപ്പുഴയിൽ ചിലർക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു, പക്ഷേ തൽക്കാലം ഇപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ആ സമയത്താണ് പത്തനംതിട്ടയിൽ ഇപ്പോൾ തനിക്കെതിരെ ഇത്തരത്തിൽ പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധികൾ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷെ ആക്ഷേപം ഉന്നയിച്ച ആളെ കൊണ്ട് ആരോ പറഞ്ഞു പറയിപ്പിച്ചതാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല പറഞ്ഞത്, ആരോ പറഞ്ഞു പറയിപ്പിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ജി സുധാകരൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വിമർശനം ഉന്നയിച്ച ആളെ താൻ കുറ്റപ്പെടുത്താനില്ല. അയാൾ ഒരു ഇര മാത്രമാണ് എന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, താൻ ഇപ്പോഴും ഇപ്പോൾ തനിക്ക് യാതൊരു സ്ഥാനമാനങ്ങളുമില്ല. ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്. അതായത് CPMന്റെ DC ഓഫീസ് ഇരിക്കുന്ന ആ ഒരു പ്രദേശത്തെ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് താൻ നിരവധി പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. CPMന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി ഇപ്പോഴും താൻ നിരന്തരം പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വിശ്രമ ജീവിതത്തിലേക്ക് നയിക്കാമെന്നൊന്നും ആരും കരുതേണ്ട. അങ്ങനെ തന്നെയാണ് ജി സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. കൃഷ്ണരാജ്, ശരി. പാർട്ടിക്ക് വേണ്ടിയാണ് താൻ ശബ്ദമുയർത്തുന്നത് എന്ന് ഉറക്കെ പറയുകയാണ് ജി സുധാകരൻ. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷ ദിലീപ്.